ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബംഗ്ലാവ് മേടിക്കാനുള്ള ബാക്കി 70 ലക്ഷത്തിനായി ചന്ദ്രയൊക്കെ പറയുന്നുണ്ട് ശ്രുതിയുടെ ഇളയച്ചനെ വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു നിവൃത്തി ഇല്ലാതാവുമ്പോഴേക്കും ശ്രുതി എല്ലാവരുടെ മുമ്പിൽ നിന്നും ഫോൺ എടുത്തിട്ട് ഇളയച്ചൻ എന്ന രീതിയിൽ മീരനോട് സംസാരിക്കുവാണ്. മീരക്ക് ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ശ്രുതി എന്തോ ഒരു ഇതിൽ പെട്ടിരിക്കുവാണെന്ന്. എല്ലാവരും ശ്രുതിയുടെ ഫോൺ സംഭാഷണം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രുതിയാണെങ്കിൽ അങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് ശ്രുതി തന്നെ ആൻസർ പറയുന്ന രീതിയിലാണ്. ലാസ്റ്റ് വേറൊരു നിവൃത്തി ഇല്ലല്ലേ ഇളയച്ചാന്ന് ചോദിച്ചിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര നിരാശയിൽ എല്ലാവരുടെയും മുമ്പിലും ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുവാണ് ശ്രുതി. ഇളയച്ചൻ എന്തു പറഞ്ഞു എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ ഇളയച്ചൻ അത്രയും ലക്ഷം രൂപയൊന്നും ഒറ്റയടിക്ക് ഒപ്പിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ അക്കൗണ്ടും പ്രോപ്പർട്ടിയും എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുക ആൻറ്റി, പൈസക്ക് വഴിയൊന്നും ഇല്ലെന്നാണ് ഇളയച്ചൻ പറയുന്നതെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ വഴി ഉണ്ടായിരുന്നെങ്കിൽ ഇളയച്ചൻ എന്തായാലും സഹായിക്കുമായിരുന്നു. കേസ് കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടി എല്ലാം അയാൾ ചെയ്തു തരും എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് തന്നെയല്ലേ കുറേ നാളായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാതിരിക്കുക. എന്നിട്ട് രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ ശ്രുതി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ചോദിക്കാനുള്ളവരോടൊക്കെ ചോദിക്കുകയും ചെയ്തു, ഇനി തീരുമാനം എടുക്കേണ്ടത് അച്ഛനാ. വീടിൻ്റെ കാര്യം എന്താണ്, എനിക്ക് എൻ്റെ അവകാശം വേണമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല നിൻ്റെ അമ്മയാ, നീ പോയി നിൻ്റെ അമ്മേനോട് ചോദിക്കുമെന്ന് ശ്രുതിനോട് രവീന്ദ്രൻ പറയുവാണ്. ചന്ദ്രയാണെങ്കിലോ വീടൊന്നും വിൽക്കാൻ പറ്റില്ലെന്നും പൈസക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കുമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ദേഷ്യം വന്ന് ശ്രുതി മുറിയിലോട്ട് കയറി പോകുമ്പോഴേക്കും ശ്രുതിയും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി സച്ചിനോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇപ്പോൾ ശ്രുതി ഇളയച്ചനോട് തന്നെയാണോ സംസാരിച്ചതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ രേവതി അങ്ങനെ പറഞ്ഞത്? അല്ല എനിക്കെന്തോ അത് ഇളയച്ചനോട് സംസാരിച്ചതുപോലെ തോന്നുന്നില്ല, വേറെ ആരോടോയാ സംസാരിച്ചത്. ശ്രുതി തന്നെ ചോദ്യം ചോദിച്ചിട്ട് ശ്രുതി തന്നെ ആൻസർ പറയുന്നു. അതുമാത്രമല്ല മുഖമൊക്കെ മൊത്തം വളരെ വെളുത്തിരിക്കുമായിരുന്നു, അത് ഇളയച്ചനില്ലെന്ന് എനിക്കുറപ്പാണെന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും അവർ രണ്ടുപേരും നല്ല കേടികളാണ്, എന്തായാലും വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയും അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് ഇങ്ങനെ ഭയങ്കര ആലോചനയിലാണ്. അപ്പോൾ വർഷം വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നാലും സുധീട്ടൻ എന്താ ഇത്ര സെൽഫിഷായിട്ട് ചിന്തിക്കുന്നത്, വീട് വിൽക്കാൻ? എനിക്കാണെങ്കിൽ അത് ഓർക്കാൻ പോലും വയ്യ വർഷയെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, നിങ്ങളുടെ സുധിയേട്ടൻ ഒരു മണി മൈൻഡഡ് ക്യാരക്ടറാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധിയേട്ടൻ പണ്ടേ ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്, അവൻ്റെ കാര്യത്തിനെ പറ്റി മാത്രമേ ചിന്തിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് സച്ചിയേട്ടനായിട്ട് ഈ വീട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, സച്ചിയേട്ടനെ പറ്റി ഞാൻ വേറൊരു രീതിയിലായിരുന്നു ചിന്തിച്ചു കൂട്ടിരുന്നത്, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ വെറുതെ ആയിരുന്നു. ഇപ്പം എനിക്ക് കുറച്ചൊക്കെ സച്ചിയേട്ടനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചത്രയും പഠിപ്പില്ലല്ലോ സച്ചിയേട്ടനെ, അതുകൊണ്ടാണ് കുറച്ച് റഫായിട്ടൊക്കെ പെരുമാറുന്നത്. പക്ഷേ സച്ചിയേട്ടൻ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും ശ്രീകാന്തും അത് ശരിവെച്ച് കൊടുക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും സെൻസ് കുറവാണ്, ശ്രുതി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു നിന്റെ ചേട്ടൻ എന്ന് വർഷ പറയുവാണ്. അപ്പോഴേക്കും ഇവരുടെ അടുത്തോട്ട് ശ്രുതിയും സുധിയും കൂടി വരുവാണേ. എന്നിട്ടും വീണ്ടും തൻ്റെ സിറ്റുവേഷനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രീകാന്തിനോട് തന്നെ സഹായിക്കാവോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ ശ്രുതിയേട്ടാ എൻ്റെ കയ്യിൽ എവിടെ നിന്ന് 70 ലക്ഷമൊക്കെ, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം, വർഷയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഈ പൈസ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ അടുത്തോ? അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, വർഷേ പ്ലീസ് വർഷേ, ഒരു 70 ലക്ഷം രൂപ ഞങ്ങൾക്കൊന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ? കടമായിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, തിരിച്ചു തന്നോളാം. വർഷ ഒറ്റ മോളല്ലേ, അവർ സമ്പാദിക്കുന്നതൊക്കെ വർഷക്കുള്ളതല്ലേ, ഒന്ന് ചോദിച്ചു നോക്ക് വർഷ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവരുടെ മുമ്പിൽ ചെന്ന് പൈസക്ക് വേണ്ടി കൈനീട്ടി നിൽക്കില്ല, നിങ്ങൾ ചെയ്തതുപോലെ ഒരിക്കലും പോയി ഷെയറും ചോദിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വർഷയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. വർഷയെ അവർ സമ്പാദിക്കുന്നത് വർഷക്ക് വേണ്ടി തന്നെയല്ലേ, എല്ലാം അവസാനം വർഷയുടെ കൈകളിലല്ലേ വന്ന് ചേരുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ശ്രുതി ചേച്ചി, അവരെനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല നിലയിലെത്തിച്ചു, ഇനി പൈസ ഉണ്ടാക്കേണ്ടതൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ്, അവരെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നൊക്കെ വർഷ പറയുവാണ്. എന്നിട്ട് കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇപ്പം അവരെനിക്ക് ആ വീടും സ്വത്തും പറമ്പും ഒക്കെ എൻ്റെ പേരിൽ എഴുതി തരുവാണെങ്കിലും തരട്ടെ, പക്ഷെ ഞാനായിട്ട് ഒരിക്കലും അങ്ങോട്ട് പോയി ചോദിച്ച് മേടിക്കത്തില്ല, അത് അവരെ അത്രത്തോളം വിഷമിപ്പിക്കും, ഇപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും വിഷമായതുപോലെ എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ഞങ്ങൾ കടമായിട്ടാണ് ചോദിക്കുന്നത്, പലിശ വേണമെങ്കിലും തരാമെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങളെന്താ പലിശക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരാണോ, എന്തൊക്കെയാണ് ശ്രുതിച്ചേട്ടാ ഈ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു ഹെൽപ്പും ഉണ്ടാവില്ല, നീയും ഇങ്ങനെ തന്നെ പറയുവാണോ ശ്രീകാന്ത്
ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധിയേട്ടൻ എന്ത് ഹെൽപ്പാണ് എനിക്ക് ഇതുവരെ ചെയ്തു തന്നിട്ടുള്ളത്? സച്ചിയേട്ടൻ ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് പൈസയൊക്കെ ചിലവിന് അയച്ചു തരുമായിരുന്നു. പക്ഷേ സുധിയേട്ടൻ എനിക്കൊരു ഷർട്ട് പോലും ഇത്രയും നാളായിട്ട് എനിക്ക് മേടിച്ച് തന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എടാ എൻ്റെ കയ്യിൽ അന്നൊന്നും പൈസ ഇല്ലായിരുന്നു, ഞാനിപ്പോൾ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ, ഇനി എന്തായാലും ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലില്ല. പൈസക്ക് വേണ്ടി വർഷയുടെ അച്ഛൻ്റെ മുമ്പിൽ പോയി നിൽക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. അത് സ്ത്രീധനം ചോദിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ ശ്രീകാന്ത് പറയുവാണ്. പക്ഷേ ശ്രുതിയും വിട്ടുകൊടുക്കുന്ന മട്ടില്ല കേട്ടോ. ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ശ്രീകാന്തിന് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി സഹായത്തിന് വർഷയുടെ കുടുംബത്തിനെ സമീപിക്കില്ലേ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനൊരിക്കലും അവരുടെ കാശിന് എൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങില്ല. ഇപ്പോൾ വർഷയുടെ അമ്മ എനിക്കൊരു ബ്ലാങ്ക് ചെക്ക് തന്നതാ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി. അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് അവരെ തന്നെ തിരിച്ചേൽപ്പിച്ചു. ദേ വർഷയോട് ചോദിച്ചു നോക്കെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതേ ശ്രുതി ചേച്ചി, ആ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കം അടിച്ചായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഓൺ കാശിനെ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശരി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തൂടെ, എനിക്ക് വേണ്ടി നീ പോയി ചോദിച്ചൂടെ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തിന് അങ്ങോട്ട് ദേഷ്യം വരുവാണേ. ശ്രുതിച്ചേട്ടൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോലും ഞാൻ വർഷയുടെ വീട്ടുകാരുടെ മുമ്പിൽ പോയി നിൽക്കാറില്ല. ഇപ്പോൾ പൈസക്ക് വേണ്ടി അവരുടെ മുമ്പിൽ പോയി ഞാൻ തലകുനിച്ച് നിൽക്കണം എന്നാണോ ശ്രുതിച്ചേട്ടൻ പറയുന്നത്? എന്നെ കൊണ്ടൊരിക്കലും അത് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ ഒന്ന് സമാധാനപ്പെട്, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി എന്താ ഈ ശ്രുതിച്ചേട്ടൻ പിന്നെ പറയുന്നത്? ഷെയർ ചോദിച്ചത് തന്നെ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോഴാണ് എന്നോട് പോയി വർഷയുടെ അച്ഛൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. ഇപ്പോൾ വർഷ പറഞ്ഞതുപോലെ തന്നെ അച്ഛനും അമ്മയും നമുക്ക് തരുമ്പോൾ തരട്ടെ, അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ച് അവരെ വിഷമിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നൊക്കെ ശ്രീകാന്തും പറയുവാണ്. ഞാൻ ഒരിക്കലും വർഷയുടെ വീട്ടുകാരോട് പോയി പൈസ ചോദിക്കില്ല എന്ന് ശ്രീകാന്ത് ഉറപ്പിച്ച് തന്നെ പറയുവാണ്. വർഷ പറയുന്നുണ്ട്, ആൻറ്റി ശ്രുതി ചേച്ചിയുടെ അച്ഛനോട് തന്നെ പൈസ ചോദിക്കാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ശ്രുതി ചേച്ചിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ, അല്ലാതെ അങ്ങോട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമില്ല ശ്രുതി ചേച്ചി എന്ന് വർഷ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ശ്രീകാന്ത് ഇപ്പോൾ പറഞ്ഞ മറുപടി കേട്ടിട്ട് എനിക്ക് ശ്രീകാന്തിനോട് ഒരു പ്രൗഡാണ് തോന്നുന്നത്. അവൻ നല്ല ഹോണസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ശരി എല്ലാവരും നല്ല ഹോണസ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നു, അങ്ങനെ തന്നെ പോട്ടെ, അല്ലെങ്കിലും നിങ്ങളോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. മാസശമ്പളം മേടിക്കുന്നവരോട് പോയി സഹായം ചോദിച്ചാൽ എന്ത് കിട്ടാനാന്ന് ശ്രുതി ശ്രീകാന്തിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറയുവാണ്. ഇതെല്ലാം എൻ്റെ തെറ്റാ, ഇങ്ങനൊരു കുടുംബത്തിൽ വന്ന് ഞാൻ ജനിക്കാനേ പാടില്ലായിരുന്നു. ശ്രുതി പൈസക്ക് നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് ശ്രുതി പോവാണ്. ഞങ്ങൾ ഈ വലിയ വീട് മേടിക്കുന്നത് ഇവർക്കാർക്കും പിടിച്ചിട്ടില്ല ശ്രുതി, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, നമ്മളെ സഹായിക്കാത്തത്. നിൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ, അപ്പോൾ അവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. അങ്ങേര് ഇറങ്ങിയായിരുന്നെങ്കിൽ എനിക്കിതുപോലെ ആരുടെ മുമ്പിലും പോയി തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഇറങ്ങുമല്ലോ, അപ്പം കാണാം, അപ്പം ഈ ശ്രുതി ആരാണെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമെന്ന് ശ്രുതി ഭയങ്കര അഹങ്കാരത്തോടു കൂടെ തന്നെ പറയുവാണ്. ശ്രുതി ഇത് കേട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി എല്ലാവർക്കും നിന്നോട് അസൂയ, ഇത്രയും വലിയൊരു വീട് മേടിക്കുന്നത് കൊണ്ട്. അത് ചേട്ടനായാലും അനിയനായാലും ശരി, കുടുംബക്കാർക്കിടയിൽ തന്നെ അസൂയ ഉണ്ടാവും. ഒരാളെ നന്നാവുന്നത് ആർക്കും പിടിക്കില്ല ശ്രുതി, പക്ഷേ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം, ഈ വീട് നമ്മുടെ കൈക്കുള്ളിലാക്കണം ശ്രുതി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നിൻ്റെ അച്ഛനോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കാൻ പറ്റുമോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അത് വിട്ടേക്ക്, ഇനി അച്ഛനെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് തന്നെ കിട്ടാനുള്ള കാശും പണമല്ലേ അത് എപ്പോഴായാലും അച്ഛൻ നമുക്ക് തന്നെ തന്നോളൂ. പൈസ ഇനി ഒരാളോടും കൂടിയേ ചോദിക്കാനുള്ളൂ, അഭിലാഷ് സാറിനോട് ചോദിച്ചു നോക്കാമെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അഭിലാഷ് സാറിനോട് എങ്ങനെ ചോദിക്കാനാ ശ്രുതി? അല്ല സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ, ഞാൻ ചോദിച്ചാൽ എന്തായാലും സാർ എന്നെ സഹായിക്കും, ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് നമുക്ക് പൈസ മേടിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് പൈസ സമ്പാദിക്കണം ശ്രുതി, നമുക്കൊരാവശ്യം വന്നപ്പോൾ സഹായിക്കാത്തവരുടെ മുമ്പിൽ ഈ വീട് മേടിച്ച് നമുക്ക് അവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കണം, ഈ വീട് ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോകരുതെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹാ ശ്രുതി നമുക്ക് എന്തായാലും ഈ ബംഗ്ലാവ് മേടിച്ചിട്ട് തന്നെ കാര്യം, എന്നിട്ട് നീ പറഞ്ഞതുപോലെ പകുതി നമുക്ക് റെൻറ്റിന് കൊടുത്ത് കടമെല്ലാം അടച്ചു തീർക്കാം. നാളെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യണം, അവിടെ കുറച്ച് കാശൊക്കെ ചിലവാകും, നോക്കട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. എന്തായാലും ഈ ബംഗ്ലാവ് ഞാൻ കൈവിട്ട് കളയില്ല, പൈസ ഞാൻ ഒപ്പിക്കുമെന്ന് ശ്രുതി ഉറച്ചു നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും ഇതേ വിഷയം തന്നെ സംസാരിക്കുവാണ്. ശ്രുതി ഷെയർ ചോദിച്ചതിനെ പറ്റിയിട്ട്. അത് ആർക്കും പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഈ വീട്ടിൽ വന്ന് താമസിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് തോന്നുന്നു. അമ്മ ഈ വീട് മേടിച്ചപ്പോൾ തൊട്ട് ശ്രുതിയെയും പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പറയുവാണ്, അമ്മയ്ക്ക് എന്തായാലും ഈ വീട് ഒരുപാട് ഇഷ്ടമായി സച്ചിയേട്ടാ, അമ്മ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് ശരിയാ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മ വന്നു കഴിഞ്ഞാൽ അച്ഛനും ഇങ്ങോട്ടേക്ക് വരില്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ എന്താ രേവതി പറയുന്നത്, അച്ഛൻ ഇവിടെയൊന്നും വന്ന് താമസിക്കില്ല, അച്ഛൻ എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, അച്ഛൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും, അച്ഛൻ സച്ചിയേട്ടൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും രേവതി, ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അങ്ങനെയാണ്, കാരണം അച്ഛൻ എന്നെ കാണാതെ ഇരിക്കത്തില്ല, എന്നെ ഒരു നിമിഷം പോലും കണ്ടില്ലെങ്കിൽ അപ്പം വിളിച്ചുകൊണ്ടിരിക്കും, ഞാൻ വരാതെ ഉറങ്ങത്തില്ല, നിനക്കും അറിയാലോ രേവതി അച്ഛൻ എന്നെ വിട്ട് പോകത്തില്ല, എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുവാണ്. അപ്പോൾ പിന്നെ സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നിനക്ക് ഇതുപോലത്തെ വീട് മതിയോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനത്തെ വീടൊന്നും വേണ്ട, എനിക്ക് നമ്മുടെ അച്ഛമ്മയുടെ വീട് പോലത്തെ വീട് മതി, ഗ്രാമത്തിലെ വീട് മതി, എനിക്ക് അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ സച്ചിയും പറയുന്നുണ്ട് എനിക്കും അതാ രേവതി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവരുടെ വീടിനെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമുക്ക് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് എല്ലാം സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഗ്രാമങ്ങളിൽ പോയിട്ട് താമസിക്കാം രേവതി, നല്ല സുഖമായിരിക്കും, നല്ല കാറ്റ്, നല്ല വരാന്തേക്കുള്ളൊരു വീട് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി, തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പറയുവാണ്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ നീലിമ വിളിക്കുന്നത്. സച്ചി ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും മാഡം എന്താ വിളിച്ചത്, നാട്ടിലെത്തിയോന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട് ഇല്ല സച്ചി ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്, നാളെ രാവിലെയാണ് എൻ്റെ ഫ്ലൈറ്റ്, അപ്പോൾ ഞാൻ നാട്ടിലെത്തും, 7:30 വന്ന് എന്നെ പിക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് പിന്നെന്താ നാളെ രാവിലെ 7:30 ഞാൻ അവിടെ ഉണ്ടാവും എയർപോർട്ടിൽ, മാഡം വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കോള് കട്ട് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന എപ്പിസോഡ് വന്നെത്തിയിരിക്കുകയാണ്. നീലിമ നാട്ടിലോട്ട് വരുന്നതും ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.